സുഹൃത്തെ, ഈ കമൻറ്റ് കണ്ടപ്പോൾ എന്തൊക്കെയോ വലിയ വലിയ ആഗ്രഹങ്ങളുണ്ടായിട്ടും ഒരുപാട് പാഷൻസ് ഉള്ളിലുണ്ടായിട്ടും വേറെ ഏതെങ്കിലുമൊക്കെ ലെവലിൽ എത്തണം എന്നൊക്കെ ആഗ്രഹിച്ച ആളുകൾ ഇപ്പോൾ താല്പര്യമില്ലാത്തൊരു ജോലിയിൽ കുടുങ്ങിക്കിടക്കുന്ന പോലുള്ളൊരു ഫീൽ എനിക്ക് തോന്നി. ഈ പ്രശ്നം ഒരുപാട് ആളുകൾ നേരിടുന്നുണ്ട്. താല്പര്യമില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ ചെയ്യുന്നു, പക്ഷെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്നുള്ള വല്ലാത്ത ആഗ്രഹമുണ്ട്. ഇത്തരക്കാരിൽ 2-3 ആഗ്രഹങ്ങളാണ് മെയിനായിട്ട് ഉണ്ടാവുക. ഒന്നുകിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്, ഇയാളുടെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗപ്പെടുത്തിയിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ലെവൽ. രണ്ടാമത്തെ ആളുകൾ ഈ പ്രൈവറ്റ് ജോലികളൊക്കെ ചെയ്ത് മടുത്ത് പോയിട്ടുള്ള, എനിക്ക് ഗവൺമെൻറ്റിലേക്ക് ഇറങ്ങിയാൽ കൊള്ളാം, എനിക്ക് അതിനുള്ള കഴിവുണ്ട്, ഒന്ന് ഇരുന്ന് പഠിച്ച് PSC നേടിയെടുത്താലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ ഒരു കാറ്റഗറി, എനിക്കിപ്പോൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, ഞാൻ കുറച്ച് കാലം ഇവിടെ നിൽക്കുന്നു, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇവിടുത്തെ ഈ ഒരു പ്രഷർ ടാർഗറ്റും കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമാകുന്നില്ല, എല്ലാവരും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എനിക്ക് കുറച്ചുകൂടി നല്ലൊരു കമ്പനി നോക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ. അപ്പോൾ ഇതെന്താണെങ്കിലും ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ഒരു ചിന്തയാണ്. എന്നാൽ ചില ബാധ്യതകൾ കാരണം അവരവിടെ പെട്ട് കിടക്കുന്ന ഒരവസ്ഥയും. ഇത്തരക്കാർക്ക് നല്ലൊരു ഡിസിഷനിലേക്ക് നിങ്ങളെത്താൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാനും ഇതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ട് വന്ന ഒരാളാണ്, പക്ഷേ ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വരുമ്പോൾ, എന്തിനാണ് ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇതിന് 2 മറുപടി ഉണ്ടാവും. ഒന്നുകിൽ ആ സ്ഥലം അടുത്തിട്ട്, അവിടെയുള്ള ആളുകളുടെ സ്വഭാവം അടുത്തിട്ട് വിചാരിച്ചത്ര സാലറി കിട്ടുന്നില്ല, അതേപോലെ ഞാൻ വിചാരിച്ചൊരു പരിഗണന എനിക്ക് കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ചിന്തകൾ നിങ്ങളെ ഞാൻ തന്നെ സ്വന്തമായിട്ട് എൻ്റെ കഴിവുകൾ വെച്ച് എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരു തോട്ടിലേക്ക് എത്തിക്കും. ഈ തോട്ടുകളിൽ വരുന്നതും എന്തൊക്കെ തന്നെ ആയിരിക്കും എന്നറിയോ? PSC, ബിസിനസ്, ഇന്ത്യയുടെ പുറത്ത് പോവുക, ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ ഈ ചിന്തകളുടെ ആധാരം ഈ ജോലി മടുത്തത് കൊണ്ടാണെന്നുള്ളത് ഇയാൾക്ക് മാത്രം അറിയുന്നൊരു കാര്യമാണ്. വെറും ഒരു മടുപ്പിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ PSCയിലേക്കും ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സക്സസ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെറും മടുപ്പ് മാത്രമായിരിക്കും. ആ ഒരു ചുറ്റുപാട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നിങ്ങളുടെ മൈൻഡ് എന്തൊക്കെയോ നിങ്ങളെ തോന്നിപ്പിക്കുന്നതായിരിക്കാം. ഇങ്ങനെ വെറും ഒരു മടുപ്പിൻ്റെ തോന്നൽ മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല സാലറി കിട്ടുന്ന, കുറച്ചുകൂടെ നല്ല അറ്റ്മോസ്ഫിയറുള്ള, കുറച്ചുകൂടെ നല്ല പൊസിഷനുള്ള വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ളൊരു കമ്പനിയിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തുള്ളൊരു കമ്പനിയിലേക്കോ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾ അവിടേക്ക് മാറുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു പ്രത്യേക മൈൻഡുള്ള ആളുകളുണ്ട്. ചില ആളുകൾ ഇവരെ വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ് ഇവർക്കിഷ്ടം. ഇവർക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടാവില്ല. ആരെങ്കിലുമൊക്കെ ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ച് കൊണ്ടേ ഇരിക്കേണ്ടി വരും. ഒരു വർക്കറായിട്ടോ ഒരു സ്റ്റാഫായിട്ടോ മാത്രം ഞാൻ എന്നും നിന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇത്തരക്കാരുടെ ഇഷ്ടം എനിക്ക് ഇങ്ങനെ തന്നെ പോയാൽ മതി, അവർ പറയുന്നതും കേട്ട് ഞാനങ്ങ് ജീവിച്ചോളാം എന്നുള്ളൊരു സ്റ്റൈലായിരിക്കും. ഈ ടൈപ്പ് ആളുകൾ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഇറങ്ങിയ കാര്യം പകുതി വെച്ച് നിർത്തിപ്പോവും. അവർക്ക് തോൽവികൾ അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും. അവർ ഒരു 2-3 മാസം, കൂടി വന്ന ഒരു 6 മാസം വെറുതെ ഒന്ന് ഇറങ്ങി നോക്കി അവസാനം ഇതെന്നെ കൊണ്ട് നടക്കില്ല എന്നും പറഞ്ഞിട്ട് അവർ അതേപോലെ തന്നെയുള്ള വേറെ ഏതെങ്കിലും ഒരു കമ്പനി കയറുന്നതാണ് കാണാറ്. സോ ആ ഒരു മൈൻഡാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇന്ത്യയുടെ പുറത്തേക്ക് പോകുന്നതോ അതിനേക്കാൾ നല്ല കമ്പനികളിൽ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നല്ല പൊസിഷൻ നോക്കി പോകുന്നതോ ആണ്. എന്നാൽ ഇവിടെ രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. ഇവർക്കാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത്. ഇവരെ അവിടെ നിന്ന് ഇറക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മടുപ്പ് മാത്രമായിരിക്കില്ല. അവരുടെ ഉള്ളിൽ ശക്തമായിട്ടുള്ള ഒരു ഫയർ ഉണ്ടാവും, ഒരു സെൽഫ് ഡ്രിവൺ ഫയർ. എന്ത് സംഭവിച്ചാലും ഞാനൊരു കാര്യം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഈ രീതിയിൽ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ ഞാനിങ്ങനെ ഒരു ചെറിയ സാലറിയിൽ നിന്ന് എൻ്റെ എനർജി ഇവിടുന്ന് വെറുതെ ആക്കുന്ന ഇതേ പൊട്ടൻഷ്യൽ ഞാൻ സ്വന്തമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങുന്നൊരു കാര്യത്തിലേക്ക് അവിടെ ഈ എനർജി എനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എത്തേണ്ട ലെവലിലെത്തും. എനിക്ക് തോന്നുന്നത് ഒരു 6 മാസത്തിനിടയിൽ ഞാൻ ആ ബിസിനസ് ക്ലിക്കാക്കിയിരിക്കും. അല്ലെങ്കിൽ ഒരു 1 ഇയർ ഞാൻ എൻ്റെ പൊട്ടൻഷ്യൽ മാക്സിമം ഉപയോഗിച്ച് പഠിച്ചാൽ എനിക്ക് PSC ഉറപ്പാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ഈ കാറ്റഗറിയിലുള്ള ആളുകളുടെ ഉള്ളിലുള്ള ഫയർ എന്തായിരിക്കും അറിയോ? അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം എന്തായിരിക്കും അറിയോ? എനിക്കിവിടെ മടുത്തു എന്നതിലുപരി ഈ രീതിയിൽ നിൽക്കേണ്ട ആളല്ല ഞാൻ. എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കഴിവുണ്ട്, അതൊന്ന് ശരിക്കൊന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എൻ്റെ കൂടെ വരാനും എൻ്റെ പ്രൊഡക്റ്റ് നോക്കി വരാനും എൻ്റെ സർവീസുകൾ ആഗ്രഹിച്ച് വരാനും ചാൻസ് ഉണ്ട്. അതൊരു ചാൻസ് മാത്രമല്ല, എന്തായാലും വരുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ വരുന്നില്ലെങ്കിലും ഒരു 4 പ്രാവശ്യമെങ്കിലും എനിക്ക് തോറ്റാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ വേറെ കാര്യങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ രണ്ടാമത്തെ ടൈപ്പ് ആളുകൾ അവരെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ് എന്നുള്ള ഒരു തോട്ടാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇയാൾ കൊടുക്കുന്ന ഡിസിപ്ലിൻ ഇയാൾ ആലോചിക്കുകയാണ്. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു, നല്ല ഡ്രസ്സ് ധരിച്ച് രാവിലെ 8 മണിക്ക് ഇവിടെ എത്തുന്നു, വൈകുന്നേരം 6 മണിക്ക് പോകുന്നു. ഇതേ ഡിസിപ്ലിൻ ഞാൻ എൻ്റെ ലൈഫിലേക്ക് എൻ്റെ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി, ഞാൻ എന്നെ തന്നെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഇതേ ഡിസിപ്ലിൻ ഞാൻ എന്നിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ
ഞാനൊന്ന് മനസ്സിരുത്തി എൻ്റെ പൊട്ടൻഷ്യൽ മാക്സിമം ഞാൻ ഉയർത്താൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എത്തേണ്ട എത്താം, എനിക്ക് എൻ്റെ സ്വപ്നങ്ങളിലേക്ക് പോവാം. ഞാൻ ഇവിടെ കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയിലധികം ഒരു 10 മടങ്ങ് ചിലപ്പോൾ എനിക്ക് എന്നെ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്നിലേക്ക് കൊടുക്കാൻ പറ്റും എന്ന് വിശ്വാസമുള്ള ആളുകളുണ്ട്. ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ചിന്തകളാണ് നിങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ഇറങ്ങിക്കോ, നിങ്ങൾ അവിടെ നിൽക്കേണ്ട ആളല്ല. എന്നാൽ ഇതേ നിങ്ങൾക്ക് തന്നെ അവിടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഒരു 4 മണിക്കൂർ നിങ്ങളുടെ കാര്യത്തിലേക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ അതും ഒരു ഓപ്ഷനായിട്ട് സ്വീകരിക്കാം. നിങ്ങളവിടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ രാത്രി ഒരു 2 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെക്കുക. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ രാവിലെ അതേപോലെ തന്നെ പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് ഒരു 2 മണിക്കൂർ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. ഈ രീതിയിൽ ഒരു 2-3 മാസം പോയിക്കൊണ്ട് തന്നെ നിങ്ങൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾക്കൊരു ബേസ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കഴിയും. ഇനിയിപ്പോൾ അതല്ല, എനിക്കിത് ഒഴിവാക്കി എൻ്റെ പാഷൻ്റെ പുറകെ തന്നെ പോകണമെന്നാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് കുറച്ച് ബാക്കപ്പ് മണിയൊക്കെ ഒപ്പിച്ചിട്ട് വേണം ഇറങ്ങാൻ. എന്തായാലും ഈ രീതിയിൽ രണ്ടാമത്തെ ഒരു കാറ്റഗറിയിലൂടെ എനിക്കത് കിട്ടിയേ പറ്റൂ എന്ന് വിചാരിച്ചിറങ്ങുന്ന ആളുകൾക്ക് വെൽ പ്രിപ്പയർ ആയിക്കൊണ്ട് ഒരു ഇറങ്ങി കുടുങ്ങിപ്പോവാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങിയേ പറ്റൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനിവിടെ എഴുതിയ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ക്യാഷ് അവിടുന്ന് സേവിങ്സ് ആക്കി വെച്ചിട്ട് വേണം നിങ്ങൾ ഇറങ്ങാൻ. അഥവാ നിങ്ങളുടെ കയ്യിൽ ഒരു ക്യാഷും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടായാൽ മതി. രണ്ടാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് കൊടുത്തിരുന്ന അതേ ഡിസിപ്ലിൻ നിങ്ങൾ രാജിവെച്ച് കഴിഞ്ഞാലും നിങ്ങളിലേക്ക് കൊടുത്തിരിക്കണം. ഇനിയിപ്പോൾ ജോലി ഇല്ലാലോ എന്തും ചെയ്യാലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ 7 മണി വരെ ഉറങ്ങുന്ന മടിയുള്ള ഒരാളായി മാറരുത്. എന്തെങ്കിലും മോശം വസ്ത്രങ്ങളൊക്കെ ധരിച്ച് തോന്നിയ പോലെ നിങ്ങൾ ഒരു ഡിസിപ്ലിനും ഇല്ലാത്ത രീതിയിൽ പുറത്തൂടെ നടക്കരുത്. പ്രൊഫഷണലായിട്ട് തന്നെ നിങ്ങളെടുത്ത ഈ ഡിസിഷനോട് സമീപിക്കുക. അന്ന് നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്തപ്പോൾ ആരൊക്കെയോ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമേ നിങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ആ ഓഫീസ് എങ്ങനെയാണോ എല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയത് ആ ബാധ്യത മുഴുവൻ നിങ്ങളുടെ തലയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരാൾ ഫ്രീലാൻസ് ആയിട്ട് എന്തെങ്കിലും നേടണം എന്ന് വിചാരിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഓഫീസിൽ ഉണ്ടായിരുന്ന മെയിൻ്റനൻസ് അടക്കം നിങ്ങളുടെ ഡ്യൂട്ടി ആയിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് എന്തോ ഒരു ചെറിയ കാര്യത്തിലേക്കാണ് ഞാൻ ഇറങ്ങിയതെന്നുള്ള ചിന്ത നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. എൻ്റെ മുന്നിൽ ഇത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നണം. നിങ്ങളെ പുഷ് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ഒരാളും നിങ്ങളോട് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു വന്ന് പറയില്ല. അപ്പോൾ ആ ഒരു സെൽഫ് ഡ്രിവൺ ക്വാളിറ്റി, ആ ഒരു എനർജി നിങ്ങളുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോ. ഇനിയിപ്പോൾ നിങ്ങൾ ഇറങ്ങാൻ പോകുന്നത് ഇഷ്ടമുള്ളൊരു ബിസിനസ്സിലേക്കാണെന്ന് വിചാരിക്കുക. അത് എന്ത് ബിസിനസ് ആണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് മുഴുവനും അതിലേക്ക് ഇറക്കിയിട്ട് നിങ്ങൾ അത് ജയിക്കോ തോൽക്കോ എന്ന് നോക്കി നിൽക്കരുത്. നിങ്ങൾ വിചാരിച്ച ക്യാഷിൻ്റെ ഒരു 20-25% മാത്രം ഇറക്കിയിട്ട് എന്താണ് വരാൻ പോകുന്നത് നിങ്ങൾ കാണുക. ആ ഒരു ഐഡിയ സക്സസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇറക്കിക്കോ, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു 6 മാസമെങ്കിലും അവിടെ പിടിച്ചു നിൽക്കുക. ഇനിയിപ്പോൾ അതൊരു ഫെയിലാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ ബാക്കി ക്യാഷ് ഉണ്ട്. നിങ്ങൾ വേറെ ഒരു ഐഡിയയും കൂടി ട്രൈ ചെയ്യാൻ റെഡിയാണ്. അവിടെയും തോൽക്കാൻ നിങ്ങൾ റെഡിയാണ്. അതൊരു തോൽവിയാണെങ്കിൽ വേറൊരു ഐഡിയ ട്രൈ ചെയ്തിട്ട് അതും ഒന്നുകൂടെ ഒരു 6 മാസം ട്രൈ ചെയ്ത് നോക്കുക. മിനിമം ഒരു 4 പ്രാവശ്യമെങ്കിലും നിങ്ങൾ പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ റെഡി ആവണം സുഹൃത്തെ. 10-20 പ്രാവശ്യം തോൽവികൾ ഏറ്റുവാങ്ങിയിട്ട് അതിലേതെങ്കിലുമൊക്കെ ക്ലിക്കായ ആളുകളെ ഈ ബിസിനസ് എന്ന് പറയുന്ന ഫീൽഡിലുള്ളൂ. ചില ആളുകൾ നല്ല അറിവിൻ്റെയും ലക്കിൻ്റെയും ബേസിൽ ഇറങ്ങിയ ഒന്നാമത്തെ തന്നെ ക്ലിക്കായി പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ച് ജോലി എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ഫീൽഡാണ്. പിന്നീടൊരു തിരിച്ചു വരവ് ഉണ്ടാവില്ല. അതിങ്ങനെ വിജയിക്കുന്നവരെ ഇങ്ങനെ ചെയ്ത് നോക്കുക, പല കാര്യങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള ഒരു ഫീൽഡാണ് ഈ ബിസിനസ്. അതിൽ തോറ്റുപോയിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. വിജയിച്ചിട്ട് ഇന്ന് കോടികൾ കയ്യിലുള്ള ആളുകളുമുണ്ട്. ഇനിയിപ്പോൾ ഒരു കൊല്ലം മെനക്കെട്ടിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റവും വരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലിയിലേക്ക് തന്നെ പോകാമെന്നുള്ള ഒരു സാധ്യത കിടക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും പണ്ടത്തെ ആ ഒരു കമ്പനിയിലേക്ക് തന്നെ പോകാതിരിക്കുക. കുറച്ചുകൂടി നല്ല ബെസ്റ്റായിട്ടുള്ള സ്ഥലങ്ങൾ നോക്കി പോവുക. ഇനിയിപ്പോൾ നിങ്ങൾ അവിടുന്ന് ഇറങ്ങുന്നത് എന്തെങ്കിലും പരീക്ഷകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഗവൺമെൻറ് സർവീസിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഒരു വർഷത്തിനിടയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അതിലൊക്കെ അംഗത്വം എടുത്തിട്ട് ഒരു വർഷത്തിനിടയിൽ നിങ്ങൾ അതിലൊരു പുലിയായി മാറണം. എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് പുതിയ നോളജുകൾ കിട്ടുന്നോ അതൊക്കെ നിങ്ങൾ സ്വന്തമാക്കുക. നിങ്ങളെന്നും അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങളെ തന്നെ കീപ്പ് ചെയ്യുക. വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന കഴിവ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. മോക്ക് ടെസ്റ്റുകളും കഴിയുന്നത്ര എക്സാമുകളും ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ നോക്കുക. ഏതെങ്കിലും ചില PSC സെൻറ്ററിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ എക്സാം നടത്തുന്ന സെൻറ്റർ ഏതാണോ അവിടെ പോയി ജോയിൻ ചെയ്യുക. നമ്മൾ നേരിടാൻ പോകുന്നത് എക്സാമിനാണ് അല്ലേ. ഇത്ര സമയത്തിനിടയിൽ ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്.
അങ്ങനെ ഒരു ടാർഗറ്റ് മുന്നിൽ കിടക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഒരുപാട് വായിച്ച് കൂട്ടിയിട്ട് എന്താണ് കാര്യം? അപ്പോൾ അവിടെയാണ് എനിക്ക് വിജയിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ ആദ്യം കൊടുത്തിട്ട് നിങ്ങൾ അതിന് വേണ്ടി നിങ്ങളെ എന്നും പ്രിപ്പയർ ചെയ്യണം. ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ ഏറ്റവും ബെസ്റ്റായിട്ട് ഏതെങ്കിലും ഒരു എക്സാം മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് നോക്കുക. അത് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അവിടെ നിന്ന് നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു എക്സാമിന് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുകൾ നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കഴിയുന്നത്ര വേഗത്തിൽ ഫാസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ കഴിവുകൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. നേരത്തെ പറഞ്ഞ അതേ ക്യാഷ് ഈ എക്സാമിന് വേണ്ടിയിട്ടും നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ കഴിവിനനുസരിച്ച് അതൊരു വിജയമാണോ തോൽവിയാണോ എന്നുള്ളത് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതൊരു തോൽവിയാണെങ്കിൽ ഏകദേശം നേരത്തെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ പോലെ തന്നെയാണ്. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇറങ്ങിയ ആ ഒരു സമയത്തിന് ഏറ്റവും സീരിയസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം കടമയാണ്. മാനസികമായിട്ടും കഴിവുപരമായിട്ടും അറിവുകൾപരമായിട്ടും ബ്രെയിൻ പരമായിട്ടും നിങ്ങളെ ഡെവലപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. തോൽവിയില്ലാതെ വിജയമില്ല എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞതിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.